ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന SSLC +1 വിദ്യാർത്ഥികളാണ്, അതായത് അടുത്ത +1ലേക്കും +2ലേക്കും പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ആശ്വസിക്കാൻ വകയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഓരോന്നായിട്ട് നോക്കാം. ടെൻഷനൊന്നും വേണ്ട, ആശങ്കയൊന്നും വേണ്ട. റിസൾട്ടിന്റെ കാര്യവും വാല്യൂഷന്റെ കാര്യവും അതിന്റെ വഴിക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട പോലെ തന്നെ നടക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്, അപ്ഡേറ്റുകളാണ്. ഒന്ന്, ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് പല ഇലക്ഷൻ ക്യാമ്പയിനുകളിലും നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ നേതാക്കളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന രണ്ട് മേഖലയാണ്. ഒന്ന് യുവാക്കൾക്ക് തൊഴിലും, മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. അതായത് SSLC +1 +2 അടങ്ങുന്ന ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ മികവുറ്റതാക്കാം, അല്ലെങ്കിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ള വലിയ ചർച്ചകളും തിരക്കിട്ട വാഗ്ദാനങ്ങളും ഒക്കെ നൽകുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഭരണം, അല്ലെങ്കിൽ ഭരണ തുടർച്ചയാണെങ്കിലും ഭരണമാറ്റമാണെങ്കിലും വരുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ശക്തിയേകും ഉണർവേകും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ SSLC-കാരുടെ വളരെ പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളിലേക്ക് വരാം. അതിൽ ഒന്നാമത്തേത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റിസൾട്ടാണ്. ഇന്നലെ തന്നെ 2-3 വിദ്യാർത്ഥികൾ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ മെസ്സേജ് ചോദിക്കുകയുണ്ടായി, +2-ൻ്റെയും SSLC-ൻ്റെയും റിസൾട്ട് ഭയങ്കരമായിട്ട് ഡേറ്റ് മാറുമോ അല്ലെങ്കിൽ ലേറ്റ് ആവുമോ എന്നൊക്കെ. കാരണം വാല്യൂഷൻ തുടങ്ങാൻ വൈകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ജൂണൊക്കെ ആകുമോ എന്ന് ചില വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ ഏതൊരു ഗവൺമെന്റ് കയറിയാലും ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് റിസൾട്ട് പ്രഖ്യാപനം തന്നെയായിരിക്കും. അത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ജൂൺ ഒന്നും ആകാൻ ഒരു സാധ്യതയുമില്ല. നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് മെയ് 8 SSLC-ക്കും മെയ് 22 +2-നാണ്. പക്ഷേ അതിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടായാൽ പോലും കൂടിപ്പോയാൽ ഒരാഴ്ച മുന്നോട്ട് പോകും എന്നുള്ളതല്ലാതെ ഒരു മാസം ഒന്നും നീളുന്ന പ്രക്രിയയിലേക്ക് മാറില്ല എന്ന് ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ +1-ന്റെ റിസൾട്ടാണ്. +1-ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജൂണിൽ തന്നെ, ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതും പബ്ലിക് എക്സാം ആണെങ്കിൽ പോലും ഇന്റർമീഡിയറ്റ് പബ്ലിക് എക്സാം ആണ് +1-ൻ്റേത്. അപ്പോൾ ജൂൺ ആദ്യ വാരത്തോടു കൂടി, അല്ലെങ്കിൽ ജൂൺ പകുതിയോട് കൂടി +1-ന്റെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി വാല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആശങ്ക +2-കാർക്ക് കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് പോലുള്ള സബ്ജക്ട്സ് ആണ്. ഇനി SSLC-കാർക്കാണെങ്കിൽ പ്രധാനമായിട്ടും മാത്സും സോഷ്യൽ സയൻസും ഒക്കെയാണ്. അപ്പോൾ ചില അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനെയും പരിഗണിച്ചു കൊണ്ടുള്ളൊരു നയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ച വരുമ്പോൾ, പുതിയ ഒരു ക്യാബിനറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ ശതമാനം, ഒരു വിൻ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ അത്രയധികം ശ്രദ്ധയോടെ, മികവോടെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി +1-കാരെ പ്രധാനമായിട്ട് നോക്കുമ്പോൾ, ഒന്ന്, ടെക്സ്റ്റ് മാറുന്നില്ല എന്നൊരു പോസിറ്റീവാണ്. ഇതിനു മുമ്പ് വളരെ പേടിച്ച് ചോദിക്കുകയുണ്ടായി, അടുത്ത വർഷം സിലബസ് മാറിയാൽ ഒന്നേന്ന് പഠിക്കണമോ? അന്ന് തന്നെ ഞങ്ങളൊരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് 2028 മുതലായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ആ ഒരു ടെൻഷനും വേണ്ട. ഇനി മറ്റൊന്ന് ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് നിങ്ങൾ തന്നെ ചോദിക്കുകയുണ്ടായി, ഇതെല്ലാം ഇപ്രാവശ്യം നടന്ന പോലെ തന്നെ പഠിച്ച് +2-ന്റെ ഫൈനൽ എക്സാമിനോടൊപ്പം മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊരു അവസ്ഥ വരുമ്പോൾ സാധാരണ അത് എല്ലാവർക്കും ഒരു എക്സ്ഹോസ്റ്റിംഗ് ആണ്. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നും ഒരു പുതിയ വിദ്യാഭ്യാസ ക്യാബിനറ്റ്, അതായത് നമ്മുടെ ഇവിടുത്തെ ഭരണം പുതുതായിട്ട് വരുമ്പോൾ ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഉണ്ടാകും. പക്ഷെ നിലവിൽ അതിലൊരു മാറ്റം നമ്മൾ കാണുന്നില്ല. എന്നാൽ പോലും നിങ്ങളുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇത്ര നേരത്തെ റിസൾട്ടുകൾ വരുമ്പോൾ ഏതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് രൂപീകരിക്കാൻ പറ്റും. പിന്നെ +1 കഴിഞ്ഞ് +2-ലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽസ് ഉണ്ട്, പ്രത്യേകിച്ച് സയൻസിനൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ +1-ൽ ഇൻ കേസ് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആ മാർക്ക് കുറഞ്ഞ സബ്ജക്ട്സിന് ഡബിൾ പാസ് ആണെങ്കിൽ, അങ്ങനെ ഡബിൾ പാസ് ഇല്ലാത്തവർക്കാണെങ്കിൽ അടുത്ത +2-ൽ എത്ര മാർക്ക് മേടിച്ചാലാണ് അത് കിട്ടുന്നത്. A+ കുറഞ്ഞവരാണെങ്കിൽ +2-ൽ വീണ്ടും നല്ലൊരു സ്കോർ മേടിച്ചുകൊണ്ട് ഇതിന്റെ കുറവ് നികത്താനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ +1-ൽ എന്തായാലും ആരും തോക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. അവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് +2-ൽ. അപ്പോൾ അതിനുള്ളൊരു അവസരം, ഒരു റീസ്റ്റാർട്ട് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി SSLC-കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സമയം വെറുതെ കളയരുത്. തീർച്ചയായിട്ടും +1-ൽ ഏതെടുക്കണം എന്നുള്ള ഡിസിഷനും ബ്രിഡ്ജ് കോഴ്സുകളും പരമാവധി ചെയ്യുക. ഞാൻ പേഴ്സണലി പറഞ്ഞ ഒരു മലയാളം മീഡിയം SSLC പഠിച്ച വിദ്യാർത്ഥിയാണ്. പക്ഷേ +2-ൽ ഒരു നല്ല സ്കോർ മേടിക്കാൻ എന്നെ സഹായിച്ചത്
ആ ഒരു ഇംഗ്ലീഷിൽ നിന്ന് മീൻസ് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആ വെക്കേഷൻ സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു NCERT സിലബസിലേക്ക് നമ്മുടെ SSLC വരെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അതിനെ വിനിയോഗിക്കുക. റിസൾട്ടുകളൊക്കെ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.